ബിജെപിയുടെ മാർച്ചിൽ വലിയ സംഘർഷമാണ് ഉണ്ടാവുന്നത്. കമ്മീഷണർ ഓഫീസിലേക്കാണ് ബിജെപി പ്രവർത്തകരുടെ മാർച്ച് നടത്തുന്നത്. ഇന്നലെ സിപിഎം പ്രവർത്തകർ സുരേഷ് ഗോപി എംപിയുടെ ഓഫീസിലേക്ക് അതിക്രമം നടത്തിയതിനും കരിയോല ഒഴിച്ച സംഭവത്തിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് ബിജെപിയുടെ വലിയ പ്രതിഷേധം. ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പോലീസ് സിപിഎം പ്രവർത്തകർക്ക് ഒത്താശ ചെയ്തു കൊടുത്തു, സഹായം ചെയ്തു കൊടുത്തു എന്ന ആക്ഷേപമാണ് ഇക്കാര്യത്തിൽ ബിജെപി ഉന്നയിക്കുന്നത്. ഇന്നലെ ഈ മാർച്ചിൽ ഇരു വിഭാഗത്തിൽ നിന്നുമുള്ള പ്രവർത്തകർ സംഘടിച്ചതോടെ വലിയ സംഘർഷ രംഗങ്ങളാണ് ഉണ്ടായത്. വലിയ സുരക്ഷയ്ക്കിടയിലാണ് ഇന്നും ഈ മാർച്ച് നടക്കുന്നത്. തൃശ്ശൂരിൽ വലിയ പ്രതിഷേധ പരിപാടിയാണ് ബിജെപി നടന്ന് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ബിജെപി മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചുവെന്നാണ് അറിയുന്നത്. പോലീസിന് നേരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാണ് ബിജെപി പ്രവർത്തകർ ഉയർത്തുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, എന്താണ് അവിടുത്തെ കാഴ്ചകൾ? ബിജെപി വലിയ പ്രതിഷേധമാണോ നടത്തുന്നത്? പോലീസ് എങ്ങനെ ചെറുക്കുന്നു? സജിത്ത്, നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് വലിയൊരു പ്രതിഷേധം തന്നെയാണ് കമ്മീഷണർ ഓഫീസിന് മുന്നിലേക്ക് ബിജെപി പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. ഈ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രവർത്തകരെല്ലാം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സിപിഎം പ്രവർത്തകരെ ഇന്നലെ നടന്ന സംഘർഷത്തിൽ സിപിഎം പ്രവർത്തകർക്ക് ഒത്താശ ചെയ്ത പോലീസിനെതിരെ വലിയ പ്രതിഷേധവുമായി തന്നെയാണ് ബിജെപി പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. ബാരിക്കേഡുകൾ തള്ളിമറിച്ച് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ബിജെപി പ്രവർത്തകർ. എന്തായാലും പോലീസ് വലിയ പ്രതിരോധം തീർത്തിട്ടുണ്ട്. ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ പിന്മാറാൻ തയ്യാറല്ല എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബാരിക്കേഡുകൾ മുകളിലേക്ക് കയറി, അത് സ്ത്രീകളും വനിതാ പ്രവർത്തകരും ഉൾപ്പെടെ ബാരിക്കേഡിന് മുകളിലേക്ക് കയറിക്കൊണ്ട് ബാരിക്കേഡുകൾ തള്ളിമറിച്ചിടുന്ന ദൃശ്യങ്ങൾ, തള്ളിമറിച്ചിടാനുള്ള ശ്രമമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബാരിക്കേഡുകൾ തള്ളി മറിച്ചുകൊണ്ട് കമ്മീഷൻ ഓഫീസിലേക്ക് വലിയ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുവാൻ തന്നെയാണ് പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. ബി ഗോപാലകൃഷ്ണൻ, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ബിജെപിയുടെ നേതാക്കളും ജില്ലാ നേതാക്കളും ഈ പ്രതിഷേധത്തിന് മുൻനിരയിൽ തന്നെയുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതായിരുന്നു, വലിയ വിവാദമാണ് ഈ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ വോട്ട് മറിക്കലുമായി ബന്ധപ്പെട്ട വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഇന്നലെ തൃശൂർ നഗരം സാക്ഷിയായത് വലിയൊരു പ്രതിഷേധത്തിനും തർക്കത്തിനും തല്ലിനുമായിരുന്നു. സിപിഎമ്മും ബിജെപിയും തമ്മിലുണ്ടായ തെരുവിലെ യുദ്ധം നമ്മൾ കണ്ടതാണ്. ഇതിൽ സിപിഎം പ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രവർത്തകന്റെ തല പൊട്ടിയിരിക്കുകയാണ്. പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. സജിത്ത്, ഇത് രണ്ടാം വട്ടമാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത പ്രവർത്തകർക്ക് നേരെ വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ബി ഗോപാലകൃഷ്ണൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ബിജെപി നേതാക്കൾ എല്ലാവരും തന്നെ ഈ പ്രതിഷേധത്തിന് മുൻപന്തിയിലുണ്ട്, പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ബാരിക്കേഡുകൾ തള്ളിമറിച്ചുകൊണ്ട് എത്തുന്ന പ്രവർത്തകരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് പിരിച്ചുവിടുന്നതിനുള്ള ശ്രമമാണ്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. കമ്മീഷണർ ഓഫീസിലേക്ക് തന്നെ ഞങ്ങൾ പ്രതിഷേധിക്കുമെന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധം തന്നെയാണ് ഇവിടെ കാണുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഓഫീസിലെ ബോർഡിൽ കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പുമാല ഇടുകയും ചെയ്ത സിപിഎമ്മിന്റെ പ്രവർത്തനത്തിന് പോലീസ് ഒത്താശ ചെയ്യുന്നു, പോലീസ് കൂട്ടുനിൽക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധവുമായി ബിജെപി നേതാക്കൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. കമ്മീഷൻ ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് ഈ പ്രവർത്തകരെ തടയുന്നു. ബാരിക്കേഡുകൾ നിർമ്മിച്ചുകൊണ്ട് അവരെ തടയുന്ന സാഹചര്യം. പക്ഷേ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് തള്ളിമറിച്ചുകൊണ്ട് ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ രണ്ടാം വട്ടവും ജലപീരങ്കി ഉപയോഗിച്ച് പ്രതിരോധിക്കുകയാണ്. ഈ പ്രവർത്തകരുടെ തലയിലൊക്കെ പൊട്ടലുണ്ട്, രക്തം വാർന്ന് ചില
പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ് തൃശൂർ നഗരത്തിന്റെ തെരുവുകളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് പ്രവർത്തകരാണ് പോലീസിന്റെ ഈ ഒരു ഒത്താശ, പോലീസിന്റെ ഈ ഒരു ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണമെന്ന ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത്. ഇത് 2ാം വട്ടമാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. ഈ പ്രതിഷേധത്തിന് മുന്നിൽ തന്നെ പ്രതിഷേധവുമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബി ഗോപാലകൃഷ്ണനെയും ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ളവർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അവരിപ്പോഴും പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായിട്ടില്ല. വളരെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഈ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സുരേഷ് ഗോപിയുടെ ഈ വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണമടക്കം നമ്മൾ തേടുമ്പോൾ മാധ്യമങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്ന സുരേഷ് ഗോപിയെ ആണ് നമ്മൾ കണ്ടത്. പക്ഷേ അദ്ദേഹത്തിന് പ്രതിരോധം തീർത്തുകൊണ്ട് കെ സുരേന്ദ്രൻ രംഗത്തെത്തി. മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചത് ഈ ആരോപണങ്ങളെല്ലാം തന്നെ പരാതിയുമായി മുന്നോട്ട് പോകട്ടെ, ഇതെല്ലാം വ്യാജ ആരോപണങ്ങളാണ്. നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരനെ പോലെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ തന്നെ തുടരും. വരുന്ന തെരഞ്ഞെടുപ്പുകളിലും സുരേഷ് ഗോപി തന്നെയായിരിക്കും തൃശ്ശൂരിൽ ഉണ്ടാകുക. തൃശ്ശൂരിൽ നിന്നും ജയിച്ചു കയറുക. ജനങ്ങൾക്ക് ജനപ്രീതി, സുരേഷ് ഗോപിയുടെ ജനപ്രീതി കൂടിയിട്ടേ ഉള്ളൂ. ഇതെല്ലാം വ്യാജ ആരോപണങ്ങളാണെന്ന് കോൺഗ്രസിന്റെയും CPM നേതാക്കളുടെയും ഒക്കെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടും പരോക്ഷമായും ഒക്കെ വിമർശിച്ചിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. അങ്ങനെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് തൃശ്ശൂരിൽ ഇപ്പോൾ ഈ പോലീസിന്റെ നടപടിക്കെതിരെ BJP പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായ പ്രതിഷേധത്തിൽ 5ഓളം BJP പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അവരെ അശ്വിനി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. അവരെ പരിക്കേറ്റവരെ കാണാൻ രാവിലെ സുരേഷ് ഗോപി എത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും CPM-ഉം വലിയ പ്രതിഷേധവുമായി, അല്ലെങ്കിൽ ഈ ഒരു വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സുരേഷ് ഗോപി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ശക്തമായ പ്രതിഷേധമാണ് തൃശൂരിൽ നിന്നും ഉണ്ടാവുന്നത്. BJP പ്രവർത്തകർ അണിനിരക്കുകയാണ്. വലിയ നവമി തുടരാം. BJP പ്രവർത്തകർ എന്തായാലും പ്രവർത്തകർ പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. മുദ്രാവാക്യവുമായി മുന്നോട്ട് തന്നെയാണ്. ബാരിക്കേഡുകൾ തള്ളിമറിച്ച് കമ്മീഷൻ ഓഫീസിനുള്ളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ തന്നെയാണ് പ്രവർത്തകർ. 100 കണക്കിന് പ്രവർത്തകരാണ് ഇവിടെ അണിനിരന്നിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണാം. ബാരിക്കേഡ് തള്ളിമറിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. മറു സൈഡിൽ നിന്നുകൊണ്ട് പ്രതിരോധം തീർക്കുന്നുണ്ട്. ബി ഗോപാലകൃഷ്ണൻ, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ മുൻനിരയിലുണ്ട്. അവർക്ക് ഒപ്പം തന്നെ ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവർക്ക് ശക്തിയായി അണികളും പിന്നാലെ ചേർന്നിട്ടുണ്ട്. ഈ കടുത്ത മഴയെ പോലും അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധത്തിന് അണികൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. പോലീസിന്റെ CPM പ്രവർത്തകരെ സംരക്ഷിക്കുന്ന പോലീസിന്റെ ഈ ഒരു നടപടി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ BJP പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുന്നത്. ഇന്നലെ രാത്രി തുടങ്ങിയ പ്രതിഷേധമായിരുന്നു. ഇന്നലെ രാത്രി തുടങ്ങിയ തെരുവിലെ യുദ്ധമായിരുന്നു BJP-യും CPM-ഉം തമ്മിൽ. അതിൽ പരസ്പരം പോരടിച്ച് കല്ലെറിഞ്ഞ് ലാത്തി വീശുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് പോലും തൃശൂർ